മക്കളെ 2024 ജെയിലെ 27th സെക്കൻഡ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, ഇത് ഒരു ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ലിസൺ, ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ അധികം എന്തായിട്ടുണ്ടാവില്ല, കണ്ട് പരിചയമൊന്നും ഉണ്ടാവില്ല ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ. പക്ഷേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2022 ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് വായിച്ചു നോക്കാം. കൺസിഡർ ദ ഫംഗ്ഷൻ എഫ്, അതിന്റെ ഡൊമൈൻ, എഫിന്റെ ഡൊമൈൻ എന്താണ് 0 to 2, ഡിഫൈൻഡ് ആസ് എഫ് ഇസ് ഈക്വൽ ടു x/2 plus 2/x, and the function g of x is defined by g of x is equal to minimum f of t and this one. ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഓപ്ഷൻസിൽ ജി ഇസ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ ജീനെ കുറിച്ചാണ് മൊത്തം എന്താക്കിയിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ജി എന്താക്കണം ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ജീനെ നമ്മൾ എന്താക്കണം, പ്ലോട്ട് ചെയ്യണം. അപ്പോൾ ജിയെ പ്ലോട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, എഫ് ഓഫ് എക്സിന്റെ ഗ്രാഫ് എങ്ങനെയാണെന്ന് അറിയണം. അത് ആദ്യം എന്താക്കണം, പ്ലോട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ ജി പ്ലോട്ട് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഓപ്ഷൻസ് എന്താക്കാൻ വരുന്നതിന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ജി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ് നിങ്ങൾ അധികം കാണാത്തത്. അത് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആദ്യം ഞാൻ എഫ് എക്സ് ഞാൻ എന്താക്കാണ്, പ്ലോട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ശ്രദ്ധിക്കുക, ഇത് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് അപ്ലിക്കേഷൻ ഡെറിവേറ്റീവിലെ ഗ്രാഫ് സ്കെച്ചിങ്ങിന്റെ ചില ടെക്നിക്ക് ഉപയോഗിച്ചാണ് നമ്മൾ വരയ്ക്കുക. ഓക്കെ, സോ നമുക്ക് എന്ത് നോക്കാം, അവിടെ എഫ് ഓഫ് എക്സ് അല്ലെ ഇസ് ഈക്വൽ ടു x/2 plus 2/x അല്ലെ. അപ്പൊ നമുക്ക് ഗ്രാഫ് സ്കെച്ച് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത് ശ്രദ്ധിക്കുക, ഒരു ഫംഗ്ഷൻ അതിന്റെ പ്ലസ് അതിന്റെ റെസിപ്രോക്കൽ ആണ്. ഒരു ഫംഗ്ഷൻ പ്ലസ് അതിന്റെ റെസിപ്രോക്കൽ ആണ്. ആൻഡ് എഫ് ഇസ് ഫ്രം വാട്ട് 0 to 2 അല്ലെ, ഓപ്പൺ ഇന്റർവൽ 0 to 2. ഓക്കെ, അങ്ങനെയാണ് സംഭവം വന്നിരിക്കുന്നത്. ലിസൺ, സോ നമുക്ക് ഇതിനെ എങ്ങനെയാണ് ഈ ഗ്രാഫ് വരക്കാൻ നോക്കാം. നമ്മൾ ആദ്യം എന്താക്കണം, എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക. എന്തിനാണ് എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നത്? അഥവാ ഈ ഗ്രാഫിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അഥവാ അതിന് എവിടെയെങ്കിലും ക്രിട്ടിക്കൽ പോയിന്റ്സ് ഉണ്ടോ, മാക്സിമം ഉണ്ടോ, മിനിമം ഉണ്ടോ, ഇൻക്രീസിംഗ് ആണോ, ഡിക്രീസിംഗ് ആണോ, ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക, എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കലാണ്. ഓക്കെ, സോ എഫ് ഡാഷ് ഓഫ് എക്സ് നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടും മക്കളെ, 1/2 minus 2 divided by x² എന്ന് കിട്ടും അല്ലെ. ഇനി നമുക്ക് ഒന്ന് ഇതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ x² minus 4 ഓക്കെ ഡിവൈഡഡ് ബൈ 2x² എന്ന് കിട്ടും. എന്താ, എഫ് ഡാഷ് ഓഫ് എക്സ്. ഓക്കെ, അതുവരെ ഓക്കെയാണ്. ഇനി ഇവിടുന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, +or-2 ആണ് വരിക അല്ലെ. അഥവാ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, +2 അല്ലെങ്കിൽ അതേപോലെ എന്താണ് -2 ആണ്. അത് നമ്മുടെ ഡൊമൈനിൽ പെടുന്നില്ല. ഓക്കെ, അപ്പൊ ദാറ്റ് മീൻസ് ഓക്കെ നമുക്ക് ഇവിടെ നോക്കും മക്കളെ, ഇവിടെ ക്രിട്ടിക്കൽ പോയിന്റ് എഫ് ഡാഷ് ഓഫ് എക്സ് 0 കൊടുത്തു കഴിഞ്ഞാൽ +or-2 എന്നാണ് കിട്ടുക. നമുക്ക് ഇവിടെ ശ്രദ്ധിക്കുക, അത് എവിടെ പെടുന്നില്ല, ഡൊമൈനിൽ പെടുന്നില്ല. നമ്മുടെ ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഓപ്പൺ 0 to 2 ആണ്. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്, ഓപ്പൺ 0 to 2 അഥവാ 0ന്റെയും 2ന്റെയും ഇടയ്ക്ക് എന്തില്ല, യാതൊരു വിധത്തിലുള്ള ക്രിട്ടിക്കൽ പോയിന്റ്സും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സംഭവം ഒന്നിക്കൽ എന്തായിരിക്കണം, ഇൻക്രീസിങ് ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എന്താണ്, ഡിക്രീസിങ് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കാം മക്കളെ, ഇവിടെ നമ്മൾ നോക്കൂ, ഇവിടെ x² അതേപോലെ തന്നെ 0ന്റെയും 2ന്റെയും ഇടയ്ക്ക് വേറെ നോൺ ഡിഫറൻഷ്യബിലിറ്റി പോയിന്റ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, ഇവിടെ നോൺ ഡിഫറൻഷ്യബിലിറ്റി പോയിന്റ് ഉണ്ട്. എവിടെയാണ്, ഈ പറഞ്ഞ പോലെ തന്നെ x = 0 ഇവനെന്താണ് നോൺ ഡിഫറൻഷ്യബിൾ. അത് നമ്മുടെ ഡൊമൈനിൽ എന്താവുന്നില്ല, പെടുന്നില്ല. ബിക്കോസ് ഡൊമൈൻ എന്താണ്, ഓപ്പൺ ഇന്റർവെൽ ആണ്. ഓക്കെ, സോ നമുക്ക് അതിൻ്റെ ഇടയിൽ ക്രിട്ടിക്കൽ പോയിന്റ് ആവുക മീൻസ് ഒന്നുകിൽ എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആവുക, അല്ലെങ്കിൽ നോൺ ഡിഫറൻഷ്യബിൾ പോയിന്റ് ഉണ്ടാവുക എന്നാണ്. അപ്പൊ രണ്ടും ഇവിടെ നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റുന്നില്ല, കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഈ ഫംഗ്ഷൻ 0ന്റെയും 2ന്റെയും ഇടയിൽ ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ നമുക്ക് നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക, അപ്പൊ ഇവിടെ നോക്കുക, എക്സ് ഈസ് ഇൻ ബിറ്റ്വീൻ 0 and 2 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ x² ഈസ് ഇൻ ബിറ്റ്വീൻ x² ഈസ് ഇൻ ബിറ്റ്വീൻ 0 and 4. ഓക്കെ അല്ലെ, യെസ് അതെ. ഇനി x² -4 ഈസ് ഇൻ ബിറ്റ്വീൻ -4 ലെസ് ദാൻ x² -4 less than 0. ഓക്കെ, ഇനി x² -4 ഡിവൈഡ് ബൈ 2x². ഓക്കെ, നമുക്കറിയാം 2x² എന്ന് പറഞ്ഞ സാധനം പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിക്വാലിറ്റിയിൽ എന്താക്കാം, ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കുക, ഒരു വാരിയബിൾ ഇനിക്വാലിറ്റിയിൽ നമ്മൾ എല്ലാ സൈഡിലും ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ആ വാരിയബിളിന്റെ സൈൻ എന്താണെന്ന് അറിയണം. ഓക്കെ അല്ലെ, എന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എനിവേ ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ ക്വാണ്ടിറ്റി ഇതാണ് നമ്മുടെ എഫ് ഡാഷ് ഓഫ് എക്സ് അല്ലെ. അപ്പൊ ഈ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ സാധനം എന്താണ്, നെഗറ്റീവ് ആണ് അല്ലെ. ഇവിടെ നെഗറ്റീവ്
ക്വാണ്ടിറ്റി ആണ് എപ്പോഴും കിട്ടുന്നത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? -4 ഡിവൈഡ് ബൈ 2x² എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണ്, അത് അപ് ടു 0 ആണ്. ദാറ്റ് മീൻസ് f dash of x ഇവിടെ ലെസ് ദാൻ 0 ആണ്. സോ ഫംഗ്ഷൻ എന്താണ്? സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആണ്. ഓക്കെ, ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആണ്. നമുക്ക് ഇനി ഗ്രാഫ് വരക്കേണ്ട പരിപാടികൾ നോക്കാം അല്ലെ. നമുക്ക് ഗ്രാഫ് വരക്കണമെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ എക്സ് ആക്സിസ് വേണം, അതേപോലെ തന്നെ എന്ത് വേണം മക്കളെ? y ആക്സിസ് വേണം. ഓക്കെ അല്ലെ, y ആക്സിസ് വരച്ചു, അതേപോലെ എന്ത് വരച്ചുകൂടാ? എക്സ് ആക്സിസ് വരച്ചു. ഓക്കെ, ഡൺ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് എന്തുണ്ട്? 1 ഉണ്ട്, അതേപോലെ തന്നെ 0 ഉണ്ട്. ഓക്കെ, അതേപോലെ 1 ഉണ്ട്, അതേപോലെ തന്നെ എന്താണ്? 2 ഉണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് ഗ്രാഫ് എക്സ് കോർഡിനേറ്റ് എവിടെ മുതൽ എത്ര വരെ വാരി ചെയ്യുന്നത്? 0 മുതൽ 2 വരെയാണ് എക്സ് കോർഡിനേറ്റ് എന്താക്കുന്നത്? വാരി ചെയ്യുന്നത്. ഓക്കെ, ഡൺ. ശ്രദ്ധിക്കുക. ബട്ട് y കോർഡിനേറ്റ് എത്ര മുതൽ എത്ര വരെ വാരി ചെയ്യണം? അപ്പോൾ നമുക്കറിയാം സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ എവിടെ മുതൽ എത്ര വരെ വാരി ചെയ്യും? f(0) to f(2) എന്താവും? വാരി ചെയ്യും. പക്ഷേ നമുക്കിവിടെ f(0)യും f(2)യും കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ബിക്കോസ് എന്തുകൊണ്ടാണ് പറ്റാത്തത്? ബിക്കോസ് ഇവിടെ എന്താണ്? ഇവിടെ ഓപ്പൺ ഇന്റർവെൽ ആണ്. ഓക്കെ, അപ്പോൾ ഓപ്പൺ ഇന്റർവെൽ ആയതുകൊണ്ട് തന്നെ 0ഉം 2ഉം നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അതിനടുത്തുള്ള പിന്നെ നമ്പേഴ്സിന്റെ ഇമേജ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ f(0) കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല. ബട്ട് നമുക്ക് ഒരു കാര്യം കണ്ടുപിടിക്കാം. എന്താണ്? ലിമിറ്റ് x ടെൻസ് ടു 0 പ്ലസ് വാട്ട് ഈസ് ദാറ്റ്? f(x) അല്ലേ? അഥവാ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 x/2 + 2/x അല്ലേ? പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള എളുപ്പം എന്ന് പറഞ്ഞാൽ x/2 + 2/xന് പകരം നമുക്ക് എന്താ എഴുതാം? x² + 4 ഡിവൈഡ് ബൈ വാട്ട്? 2x എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? സോ നമുക്ക് ഈ ലിമിറ്റ് വളരെ എളുപ്പമാണ്. ഈ ലിമിറ്റിന്റെ വാല്യൂ എന്ത് കിട്ടും? ഇൻഫിനിറ്റി കിട്ടും. ബിക്കോസ് ഡിനോമിനേറ്ററിലാണ് ഡിഗ്രി കുറവ്, ന്യൂമറേറ്ററിലാണ് ഡിഗ്രി കൂടുതൽ. ഓക്കെ അല്ലേ? 0 ആണ്, x ടെൻസ് ടു 0 ആണ്. ഇനി അതേപോലെ തന്നെ 2ന്റെ f(2) കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അതിന് അടുപ്പിച്ചല്ല കണ്ടുപിടിക്കണം. ലിമിറ്റ് x ടെൻസ് ടു 2 - f(x) അല്ലേ? ഈസ് ഈക്വൽ ടു വാട്ട്? x² + 4 ഡിവൈഡ് ബൈ 2x ചെയ്ത് കഴിഞ്ഞാൽ 2² + 4 8/4 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? 2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? സോ നമുക്ക് 2 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? സോ 2ന്റെ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 തന്നെയാണ്. ഓക്കെ അല്ലേ? 2ന്റെ ഇമേജ് മക്കളെ 2 തന്നെയാണ്. ഓക്കെ, ദെൻ 0ല് നമുക്ക് 2ന്റെ ഇമേജ് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ലിമിറ്റ് x ടെൻസ് ടു 2 - അതാണ് എക്സാക്ട് മീനിങ്. ഓക്കെ, ഇനി ഈ പറഞ്ഞതിൽ 0ലെ ഫംഗ്ഷൻ എന്താണ്? ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണ്. സോ നമുക്ക് ഇങ്ങനെ വരും എന്താ? ഇവന്റെ ഗ്രാഫ്. ഓക്കെ, ഇതാണ് ഇവന്റെ ഗ്രാഫ്. ഓക്കെ, ഇത് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതാണ് നമുക്ക് എന്തുണ്ട്? അപ്പോൾ 2ന് എന്തെങ്കിലും ഇമേജ് ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ എന്താക്കിയാണ് അവിടെ ഹോളോ സർക്കിൾ ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വേണ്ടത് വരയ്ക്കേണ്ടത് നമുക്ക് എന്താണ് മക്കളെ? ഇവന്റെ ഗ്രാഫാണ് വരയ്ക്കേണ്ടത് അല്ലേ? ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോക്കൂ നിങ്ങൾ, g(x) = 2 പാർട്ടാക്കിയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഒന്നാമത്തത് x ഈസ് ഇൻ ബിറ്റ്വീൻ വാട്ട്? x ഈസ് ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 1. ഓക്കെ, x 0ന്റെയും 1ന്റെയും ഇടയിൽ കിടക്കാണ് അല്ലേ? സോ വാട്ട് ഇസ് ദാറ്റ്? മിനിമം ഓഫ് വാട്ട്? f(t). ഓക്കെ അല്ലേ? മിനിമം ഓഫ് f(t). ഓക്കെ, and minimum of f(t). okay, and ശ്രദ്ധിക്കുക, and t varies in between 0 and x. okay അല്ലേ? എന്താ അതിന്റെ മീനിങ്? ഒന്നുമില്ല. t is between 0 and x. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? നമ്മൾ വരയ്ക്കേണ്ടത് അതുവരെയുള്ള എല്ലാ ഇതിൻ്റെയും എന്താക്കുക? ഇമേജുകളുടെ ഏറ്റവും മിനിമം എടുത്ത് നമ്മൾ എന്താ ചെയ്യുക? പ്ലോട്ട് ചെയ്യുക. ഓക്കെ അല്ലേ? ഓർ സിംപിളി അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആവും. ഓക്കെ, ഞാൻ വളരെ സിമ്പിളായിട്ട് ഇത് വരയ്ക്കുന്ന കാര്യം പറയാം. ഇതെന്താണ്? സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ് അല്ലേ? അപ്പോൾ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ ഈ പർട്ടിക്കുലർ സംഭവത്തിന്റെ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇതേ സാധനം തന്നെയായിരിക്കും വരിക. ഓക്കെ അല്ലേ? സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന സമയത്ത് ഈ പർട്ടിക്കുലർ സംഭവത്തിന്റെ ഗ്രാഫ് മക്കളെ എന്ത് തന്നെയാണ് വരിക? ഇത് തന്നെയാണ് വരിക. ഓക്കെ അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് വരച്ചത് നമുക്ക് ഞാൻ പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഐ വിൽ ട്രൈ. ഓക്കെ, ലിസൺ. അപ്പോൾ ഇവിടെ 1 എന്ന് വന്നു. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എത്ര മുതൽ എത്ര വരിക? 0 അല്ലേ? നമ്മളിങ്ങനെ വാരി ചെയ്യാണ്. ഓക്കെ, ലിസൺ. അപ്പോൾ അടുത്ത് നമ്മൾ ഇവിടെ 1ന്റെ ഇമേജ് എന്താണെന്ന് അറിയണം. ഓക്കെ, അപ്പോൾ 1ന്റെ ഇമേജ് അറിയണമെങ്കിൽ നമുക്കറിയാം വാട്ട് ഇസ് ദാറ്റ്? f(x) = വാട്ട്? f(x) = x/2 + 2/x ആണ്. ഓക്കെ അല്ലേ? അപ്പം 1ന്റെ ഇമേജ് എന്ന് പറയുമ്പോൾ 1/2 + 2 അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/2 എന്ന് വരും അല്ലേ? 5/2. ഓക്കെ, ഇതേ ഗ്രാഫ് തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ് f(x) എങ്കിൽ മിനിമം f(t) t is in between 0 and x എന്ന് പറയുമ്പോൾ സെയിം ഫംഗ്ഷൻ തന്നെയാണ് വരിക. ഓക്കെ, അതെങ്ങനെയാണെന്ന് ഞാനൊന്ന് പറയാൻ ശ്രമിക്കാം. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ എന്താക്കുന്നത്? ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഓരോ പോയിന്റ് നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്നു വിചാരിക്കുക. ഓക്കെ അല്ലേ? ഇങ്ങനെ മൂവ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ മൂവ് ചെയ്യാണ്. ഇവിടുന്ന് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇവിടുന്ന് പോയിന്റ് എടുത്താണ് ഞാൻ എന്താക്കുന്നത്? ഗ്രാഫ് വരയ്ക്കുന്നത് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, അത് ഇവിടെ കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ
ഇങ്ങനെ താഴേക്ക് വരിക. അപ്പൊ താഴേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങോട്ടേക്ക്, അതായത് താഴേക്ക് വരുന്ന സമയത്ത് ഈ ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതുവരെയുള്ള സംഭവത്തിന്റെ എന്താണ്, മിനിമം ആണ്. എടാ ക്ലിയർ ആയോ? അതുവരെയുള്ള സംഭവത്തിന്റെ എന്താണ്, മിനിമം ആണ്. ഓക്കെ, അപ്പൊ ഇത് ഡിക്രീസിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഗ്രാഫ് വരക്കുന്ന സമയത്ത് ഇതേ ഷേപ്പ് തന്നെ ആയിരിക്കും, എന്നുണ്ടാവില്ല, മാറ്റം ഉണ്ടാവില്ല. കാരണം നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുവരെയുള്ള സാധനത്തിന്റെ മിനിമം എടുത്ത് വരക്കുക, ഇതേ ഗ്രാഫ് തന്നെയാണ് കിട്ടുക, അതിന് യാതൊരു മാറ്റവും ഇല്ല. ഓക്കെ അല്ലേ? സപ്പോസ് അത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യുക, കറക്റ്റ് മാറ്റം മനസ്സിലാവുക. ഓക്കെ, സപ്പോസ് ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് വരക്കുന്നത് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇപ്പോൾ ഇവിടെ നമ്മുടെ പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇവിടെ പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ശ്രദ്ധിക്കുക, ഞാൻ ചുമ്മാ ഞാനൊരു റഫ് സ്കെച്ച് വരയ്ക്കുകയാണ്. ഓക്കെ അല്ലേ സാർ? അപ്പോൾ ഇവിടെ എന്താണ് 0, അല്ല ഇവിടെ എന്താണ് 1. ഓക്കെ, അങ്ങനെ ഇവിടെ 1, ഇവിടെ 2, അങ്ങനെയൊക്കെ പോവാണെന്ന് വിചാരിക്കും. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഗ്രാഫിനാണ് നമ്മൾ ഈ പറഞ്ഞ മിനിമം ഫംഗ്ഷൻ ഗ്രാഫ് വരച്ചത് എങ്കിൽ എന്താണ് സംഭവിക്കുക? ശ്രദ്ധിക്കുക, ഇറ്റ് വിൽ ബി ലൈക്ക് എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. അത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കും. എങ്ങനെയാ? ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടുന്ന് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു, അതിന് കുഴപ്പമില്ല. ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് തൊട്ടപ്പുറത്തെ പോയിന്റ് എടുത്തു. ഓക്കെ അല്ലേ? അപ്പോൾ ദാറ്റ് മീൻസ് അതുവരെയുള്ള സാധനത്തിന്റെ മിനിമം എന്ന് പറയുമ്പോൾ ഈ പർട്ടിക്കുലർ പോയിന്റ് ആയി 1 തന്നെയാണ്. ഞാൻ മൂവ് ചെയ്ത് ഇവിടെ എത്തിയാലും എന്താണ് ആ പർട്ടിക്കുലർ പിന്നെ അതുവരെയുള്ള സംഭവത്തിന്റെ മിനിമം എന്ന് പറയുന്നത് തന്നെയാണ്, മാറ്റമില്ല. ഓക്കെ, ഇനി ഇവിടെ എത്തിയാലും എന്തില്ല, മാറ്റമില്ല. ഇതുവരെയുള്ള സംഭവത്തിന്റെ മിനിമം എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാണ്, അപ്പോൾ ഓരോന്നിന്റെ ഇമേജ് തന്നെയാണ് 1. ഓക്കെ, അപ്പോൾ തുടക്കം നമുക്ക് എന്ത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്, ഇമേജ് 1 അല്ലേ? ഇനി കുറച്ച് മൂവ് ആയി കഴിഞ്ഞാൽ അവിടെയും എന്താണ്, അടുത്തവന്റെ ഇമേജ് എന്താണ്, 1 ആണ് അല്ലേ? അപ്പോൾ അതേപോലെ അടുത്തവന്റെ ഇമേജ് എന്താണ്, 1 ആണ്. അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതുവരെയുള്ള സംഭവത്തിന്റെ ഓരോ പോയിന്റ്സ് എടുക്കുക. അപ്പോൾ അതുവരെയുള്ള സംഭവത്തിന്റെ എന്ത് ചെയ്യുക, നമ്മൾ പിന്നെ മിനിമം എടുത്തിട്ട് ഇപ്പുറത്തെ ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് ഇവിടുന്ന് നമ്മൾ മൂവ് ചെയ്തു. ഓക്കെ, മൂവ് ചെയ്തു. എന്നിട്ട് നമ്മൾ നമുക്ക് താഴോട്ടേക്ക് പോകുമ്പോൾ എന്താണ് പിന്നെ എന്താണ് അതുവരെയുള്ള സംഭവത്തിന്റെ മിനിമം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പുതിയ പോയിന്റ്സ് തന്നെയായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ തന്നെ വരും. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ മനസ്സിലാവും. സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ അതേപോലെ ഗ്രാഫ് വരും. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇവിടെ എന്ത് വരും, ഇവിടെ ഒരു പിന്നെ എന്താ പറയുക, ഇറ്റ് വിൽ ബി ലൈക്ക് എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. എന്തായിരിക്കും, അതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ പോലെ ആയിരിക്കും. ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് ഇതിന്റെ അടുത്ത പാർട്ട് ഞാൻ എന്ത് ചെയ്യാണ്, വരയ്ക്കാൻ വേണ്ടി പോകണം. വരച്ചാട്ട് 3/2 + x. ഓക്കെ, 3/2 + x. ഓക്കെ, അപ്പോൾ 3/2 + x നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതെന്താണ്, ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്. അപ്പോൾ സ്ട്രൈറ്റ് ലൈൻ വരക്കണമെങ്കിൽ നമുക്ക് 2 പോയിന്റ്സ് വേണം മിനിമം അല്ലേ? അപ്പോൾ അതിന് ഞാൻ ആദ്യം x 0 കൊടുക്കുന്നു. y = 3/2 എന്ന് കിട്ടും. അപ്പോൾ 0,3/2 എന്നാണ് ദിസ് പോയിന്റ് കിട്ടി. ഓക്കെ, ഇതിനടുത്ത് ഞാൻ x എന്ത് കൊടുക്കുകയാണ്, 1 കൊടുക്കുകയാണ്. അപ്പോൾ y = എന്ത് കിട്ടും, 5/2 കിട്ടും. 5/2. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എന്ത് വരിക, നമ്മുടെ സ്ട്രൈറ്റ് ലൈൻ വരിക. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നമ്മുടെ എന്ത് വരിക, സ്ട്രൈറ്റ് ലൈൻ വരിക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നമുക്ക് മൊത്തം വേണോ? മൊത്തം വേണ്ട. എനിക്ക് 1 മുതൽ 2 വരെ മതി. അതുകൊണ്ടാണ് ഞാൻ ബാക്കിയുള്ള സാധനം എന്താക്കിയത്, ഡോട്ട് ഇട്ടിട്ട് വരച്ചത്. ഓക്കെ, അപ്പോൾ 1 മുതൽ 2 വരെ മതി. ഓക്കെ, ഇതാണ്. അപ്പോൾ 1 മുതൽ 2 വരെ മതി. ഓക്കെ, അപ്പോൾ എന്തിനാണ് സാധാരണഗതിയിൽ നമ്മൾ x-ന് 0 കൊടുക്കുന്നു, y എന്ത് കിട്ടും നോക്കുന്നു. അടുത്തത് x-ന് 1 കൊടുക്കുന്നു, പിന്നെ y-ക്ക് 0 കൊടുക്കുന്നു, x എന്ത് കിട്ടുന്നു. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാറ്. ഇവിടെ ഞാൻ എന്തിനാണ് x-ന് 1 കൊടുത്തത്? x-ന് 1 കൊടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇതിന്റെ കണ്ടിന്യൂറ്റി, 1ലെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിച്ചാ. ഓക്കെ, ഞാൻ നോക്കൂ, ഇവിടെ നിങ്ങൾ നോക്കൂ മക്കളെ, ഇവിടെ 1ന്റെ ഇമേജ് നമുക്ക് 5/2 തന്നെ കിട്ടി അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇനി അപ്പോൾ 1ന്റെ ഇമേജ് അഥവാ വല്ല പിന്നെ 5 അങ്ങനെ അല്ലെങ്കിൽ 6 കിട്ടിയെന്ന് ഇരിക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടുന്നാണ് ഇങ്ങനെ സ്റ്റാർട്ട്. അപ്പോൾ ഇങ്ങനെ പോകും ലൈൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടുന്ന് ഇത്ര വരെ എടുക്കും. അപ്പോൾ ഇവിടെ കണ്ടിന്യൂറ്റി എന്തായി ഇല്ല നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ 1ൽ നമ്മുടെ ഈ പറഞ്ഞ സാധനത്തിന്റെ ഇമേജ് കറക്റ്റ് 5/2 തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ x = 1 തന്നെ കൊടുത്തു നോക്കിയത് അല്ലേ? അപ്പോൾ 5/2 അല്ലാതെ വേറെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാലും അവിടെ എന്തായി, കണ്ടിന്യൂസ് ആവില്ല, എന്താവും, ഡിസ്കണ്ടിന്യൂസ് ആവും. ഓക്കെ, ഇവിടെ 5/2 ആയതുകൊണ്ട് ഇതിന് തുടർച്ചയായിട്ട് ഈ സംഭവം എന്തായി അങ്ങോട്ടേക്ക് പോയി. ഇനി നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, എന്താണ്, ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആൻസർ ആയത്? ബിക്കോസ് ഈ ഫംഗ്ഷൻ ഇവിടെ എന്താണ്, കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഈ കണ്ടിന്യൂസിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ 1 കൊടുത്തതൊക്കെ ഇപ്പോൾ പറഞ്ഞ് നാക്ക് എടുത്തതേ ഉള്ളൂ. ഓക്കെ അല്ലേ? കണ്ടിന്യൂസ് ആണ്. ബട്ട് ഇതൊന്നല്ല, ഡിഫറൻഷ്യബിൾ അല്ല. എന്തുകൊണ്ടാണ് ഡിഫറൻഷ്യബിൾ അല്ലാത്തത്? ബിക്കോസ് ഇവിടെ ഷാർപ്പ് എഡ്ജ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഗ്രാഫിക്കലി നമ്മൾ എങ്ങനെയാണ് ഡിഫറൻഷ്യബിൾ ആണോ അല്ലയോ നമ്മൾ ചെക്ക് ചെയ്യുക? ഒന്നുമില്ല, ഒന്നിക്കൽ ഡിഫറൻഷ്യബിൾ ആവാതിരിക്കണമെങ്കിൽ, നോൺ ഡിഫറൻഷ്യബിലിറ്റി വരണമെങ്കിൽ ഒന്നിക്കൽ അവിടെ ഡിസ്കണ്ടിന്യൂറ്റി വരണം. അതിവിടെ വന്നിട്ടില്ല. അല്ലെങ്കിൽ ഷാർപ്പ് എഡ്ജ് വരണം.
ഓക്കെ, അത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് നോൺ ഡിഫറൻഷ്യബിൾ ആണ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. ഓക്കെ അല്ലേ, അതല്ലെങ്കിൽ വെർട്ടിക്കൽ ടാൻജന്റ്. അപ്പോൾ ഈ അത് കേസിൽ ഇവിടെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ എനിവേ ശ്രദ്ധിക്കാം, നമുക്ക് ഇവിടെ എന്താണ് ദ ഫംഗ്ഷൻ ഈസ് വാട്ട് കണ്ടിന്യൂസ് ബട്ട് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 1. ശ്രദ്ധിക്കുക, അപ്പോൾ ഇതിൽ ഈ ക്വസ്റ്റ്യന് ദിസ് പെർട്ടിക്കുലർ ഗ്രാഫ് വരയ്ക്കലാണ് എന്ത് ടാസ്ക്. അവിടെ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇതേപോലെ വരും, ഇനി സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെങ്കിൽ എന്ത് വരും മക്കളെ, ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് വരും. ഓക്കെ, ഇനി അടുത്തത് കുറച്ച് സ്ഥലത്ത് ഇൻക്രീസിങ്ങും കുറച്ച് സ്ഥലത്ത് ഡിക്രീസിങ്ങും ആണെങ്കിൽ എന്ത് വരും നിങ്ങൾ സ്വന്തമായിട്ട് ആലോചിച്ച് വെക്കുക. വി വിൽ മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.